നേതാവ് ഉമ്മൻചാണ്ടി ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ വെഡ്ഡിംഗ് സെക്ഷന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ആദ്യ വിൽപ്പന KM മാണി MLA നിർവഹിച്ചു. ജോസ് കെ മാണി MP, VN വാസവൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു സന്തോഷ് കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. തിരിയുന്ന സ്ഥലത്ത് 5 മീറ്റർ വീതിയിൽ ടാർ ചെയ്യുന്നതിനുള്ള നീക്കം ഇവിടുത്തെ KSTP നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം അതിൽ പ്രതിഷേധിക്കുകയും തടയുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ വളരെ താന്ത്രികമായി ആളുകളെല്ലാം കവലയിൽ നിന്ന് പോയതിനു ശേഷം വണ്ടി കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങി. അത് ആൾക്കാരെ തടഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ 2 സൈഡിലേക്കും ഓരോ മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് KSTPക്കാർ പറയുകയും അതനുസരിച്ച് 2 സൈഡിലും മണ്ണെടുത്തിട്ടുള്ളൂ. അവിടെ വലിയ 6 അടി താഴ്ച കലശാഭിഷേകം എന്നിവ നടന്നു. കലാവേദിയിൽ കുമാരി രഞ്ജിനി ചന്ദ്രൻ ശീതളതുള്ളൽ അവതരിപ്പിച്ചു. തിരുവാതിരകളിൽ മേജർ സെറ്റ് കഥകളി എന്നിവയും ഉണ്ടായിരുന്നു. ചെടിയിൽ വിരിഞ്ഞ മുന്തിരിപ്പുഴകൾ കൗതുക കാഴ്ചയായി. മറങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീരേഖയുടെ വീട്ടുമുറ്റത്താണ് പ്രത്യേക പരിചരണത്തിൽ മുന്തിരി വിളഞ്ഞത്. മുൻകാലങ്ങളിൽ തണുപ്പ് മേഖലകളിൽ മാത്രം കൃഷി ചെയ്യപ്പെട്ടിരുന്ന വിവിധ വിളകൾ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. കോളിഫ്ലവർ, ക്യാബേജ്, ക്യാപ്സിക്കം എന്നിങ്ങനെയുള്ളവ ഈയിടെ വ്യാപകമായി കൃഷി ചെയ്ത് വിളവെടുപ്പ് നടക്കുകയുണ്ടായി. പ്രതികൂല കാലാവസ്ഥ മൂലം മുന്തിരി പോലുള്ളവ അപൂർവമായി മാത്രമേ പരീക്ഷിച്ചു നോക്കാൻ കർഷകർ തയ്യാറാകുന്നുള്ളൂ. എന്നാൽ മുന്തിരിയും നമ്മുടെ നാട്ടിൽ വിളയുമെന്ന് തെളിയിക്കുകയാണ് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ കുർച്ചിത്താനം വല്ലാത്ത പുത്തമ്പുടിയിൽ ശ്രീരേഖ. 4 വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ച മുന്തിരി ഇപ്പോൾ പറന്ന് പന്തലിച്ചു. കഴിഞ്ഞ വർഷം ഏതാനും മുന്തിരിക്കുലകൾ ഉണ്ടായി. ഈ വർഷം പന്തൽ നിറയെ മുന്തിരിക്കുലകൾ ഉണ്ടായതായി ശ്രീരേഖ പറഞ്ഞു. 1 വർഷമായപ്പോഴത്തേക്കും ഇത് കഴിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 4-5 കൊല മുന്തിരി കിട്ടിയായിരുന്നു.